നമസ്കാരം. മനുഷ്യ മനസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചില സാഹചര്യങ്ങളിൽ അതീവ സങ്കീർണമാണ്. പ്രത്യേകിച്ചും നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തിൽ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം. നമ്മുടെ പല രോഗങ്ങളുടെയും, അത് ഫിസിക്കൽ ബോഡി ആയിക്കോട്ടെ മെൻ്റൽ ബോഡി ആയിക്കോട്ടെ, രോഗങ്ങളുടെ മൂല കാരണം അമിതമായിട്ടുള്ള മാനസിക സംഘർഷം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന് ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നത് ആങ്സൈറ്റി തന്നെയാണ്. ഈ ഡിഫൻസ് മെക്കാനിസം ഫിസിക്കൽ ബോഡിക്കുമുണ്ട്, മെൻ്റൽ ബോഡിക്കുമുണ്ട്. അതിൻ്റെ പവർ കുറയുമ്പോഴാണ് നമ്മളെ ഒരു രോഗം ബാധിക്കുന്നത്. നമ്മുടെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്ന, അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇന്ന് ഞാൻ പറയുന്നത് അതേക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം 3 തലത്തിലായിട്ടാണ് നടക്കുന്നത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ ഒരു സ്റ്റോർ റൂം തന്നെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അതുപോലെ നമ്മുടെ ഇമോഷണൽ ഫീലിങ്സുമായിട്ട് ഈ ഉപബോധ മനസ്സിന് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ടെൻഷൻ, ഈ സംഘർഷം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതോ ഒരു സാഹചര്യം, അതൊരു പക്ഷേ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാകാം. ഏതോ ഒരു സാഹചര്യം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു സാഹചര്യം, അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഈ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തോട് നമ്മൾ ഏതോ രീതിയിൽ പ്രതികരിക്കുന്നു. അത് ഒരുപക്ഷെ സംസാര രൂപത്തിലാകാം, അതല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ രൂപത്തിലാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സ്, ചില ഫീലിങ്സുകളുടെ രൂപത്തിലും ആകാം. ഏതോ രീതിയിൽ പ്രതികരിക്കുന്നു. അപ്പം നമ്മുടെ ഈ അറിഞ്ഞോ അറിയാതെയുള്ള ഈ പ്രതികരണം അമിതമാകുമ്പോഴാണ് നാഡീഞരമ്പുകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത, നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിരന്തരം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത പല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ ക്രമേണ ഒരു രോഗിയായി മാറുക. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? ആക്ച്വലി എന്താണ് ഈ മെഡിറ്റേറ്റീവ് മൈൻഡ്? നമ്മൾ എന്താണ് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകൾ വരുന്നു, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുന്ന. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയചിന്തയായിരിക്കാം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളുടെ രൂപത്തിൽ, അതല്ലെങ്കിൽ ഓർമ്മയുടെ രൂപത്തിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതിനോട് നമ്മൾ പ്രതികരിക്കുന്നു. ഈ പ്രതികരണത്തെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? ഈ പ്രതികരണത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത 10 മിനിറ്റ് ഞാൻ മെഡിറ്റേറ്റീവ് മൈൻഡിലായിരിക്കും എന്ന് തീരുമാനിക്കുക. അടുത്ത 10 മിനിറ്റ് അതൊരു പക്ഷേ ഏത് സാഹചര്യത്തിലിരുന്ന് തീരുമാനിക്കാം. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു മുറിയിൽ പോകണ്ട, പ്രത്യേകിച്ചൊരു സ്ഥലത്തിരിക്കണ്ട. കാരണം നമ്മളിത് മനസ്സിൻ്റെ തലത്തിൽ ചെയ്യുന്ന കാര്യമാണ്, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും നമ്മുടെ പ്രവൃത്തി തലവും ചിന്താതലവും രണ്ടും രണ്ടാണെന്ന്. അതിനാദ്യമായിട്ട് വേണ്ടത്, നമ്മൾ മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് ശക്തമായി ഡീപ്പായിട്ട് എടുക്കുക. ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിൽ കൂടി കുറച്ച് ഫോഴ്സോടുകൂടി പുറത്തേക്ക് വിടുക. ഈ രീതിയിൽ ഏത് സാഹചര്യത്തിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മനസ്സിൽ പല ചിത്രങ്ങളും വരുന്നു, അല്ലെങ്കിൽ പല ഓർമ്മകളും വരുന്നു.
അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയചിന്തയായിട്ട് ബന്ധപ്പെട്ടതാകാം. അതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചിത്രം വരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയ വരുന്നു. ഉടനെ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ ഒരു ടെൻഡൻസി തോന്നും. അത് ശരിയാണ്, അല്ലെങ്കിൽ അയാൾ ശരിയാണ്, അല്ലെങ്കിൽ അവൾ ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനല്ല, അങ്ങനെയാണ്. ചിലപ്പോൾ ന്യായീകരിക്കും, ചിലപ്പോൾ കുറ്റം പറയും, ചിലപ്പോൾ നമ്മൾ വിമർശിക്കും, ചിലപ്പോൾ നമ്മൾ പുകഴ്ത്തും. എന്തോ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഏതോ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ നമുക്ക് തോന്നുന്നു. ബോധപൂർവം നമ്മൾ അതിനോട് പ്രതികരിക്കരുത്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളോടൊന്നും നമ്മൾ പ്രതികരിക്കാത്ത ഒരവസ്ഥ. ഇത് 10 മിനിറ്റത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് എന്താ ഇവിടെ വേണ്ടത്? നമ്മളതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കടന്നു വരുന്ന ഓർമ്മകളെ, ചിത്രങ്ങളെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ നിരീക്ഷിക്കണം? താല്പര്യമായിട്ട് നിരീക്ഷിക്കരുത്. അലസമായിട്ട്, നിസ്സഹായതയോടെ, എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അറിയില്ല എന്ന ഒരവസ്ഥയിൽ നമ്മൾ നിരീക്ഷിക്കുന്നു. ഒരു തരത്തിൽ നമ്മൾ അനുകൂലമായിട്ട് പ്രതികരിക്കുന്നില്ല, പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്നില്ല, ഒരു തരത്തിലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. ആ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നു. ഡീപ്പായിട്ട്, നമ്മൾ ആദ്യം ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു 10 മിനിറ്റിൻ്റെ 3 പ്രാവശ്യം വെച്ച്, ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് തുടക്കത്തിൽ ചെയ്യുക. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഈ 10 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് ആക്കണം. അങ്ങനെ അത് കൂട്ടിക്കൂട്ടി വരിക. നമ്മൾ ഈ സമയം, ഇതിൻ്റെ സമയം, നമ്മളൊരു മെഡിറ്റേറ്റീവ് മൈൻഡിലാകുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക. ഒരുപക്ഷെ മനസ്സിന് നല്ല സംഘർഷമുള്ളവരെ സംബന്ധിച്ച്, ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ വരുന്ന പല ചിത്രങ്ങളോടും നമ്മൾ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ആദ്യം ഒരു ചോദ്യം ചോദിക്കും, അതിനൊരു ഉത്തരം പറഞ്ഞു. വീണ്ടും അടുത്ത ചോദ്യം വരും, അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയാലോ, അതിങ്ങനെ എഴുതിയോ, അതങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലല്ലോ, ഇനി അത് ശരിയാണോ? അപ്പോൾ വീണ്ടും അതിനോട് ഒരു പ്രതികരണം, വീണ്ടും അടുത്ത ചോദ്യം വരും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഉത്തരം കൊടുക്കുന്നോ അത്രത്തോളം ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിൽ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. ക്രമേണ നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാവും, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഉത്തരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഒരവസ്ഥ മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യും, മനസ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും, സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ സമയത്ത് യഥാർത്ഥത്തിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒരാഴ്ച ഇത് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പ്രവൃത്തി തലം, അതിൻ്റെ തലത്തിൽ, അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കഴിഞ്ഞു പോയ ഒരു കാര്യം, കഴിഞ്ഞു പോയ കാര്യം നമ്മുടെ ആരുടെ നിയന്ത്രണത്തിലല്ല, നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മ വരുന്നു, ഒരു ഫയൽ ഓപ്പൺ ആകുന്നു നമ്മുടെ മനസ്സിൽ. ഓപ്പൺ ആകട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം വരുന്നു, വന്നോട്ടെ. അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, ഒരു സംഭവമായിരിക്കാം, എന്ത് കാര്യമാണെങ്കിലും മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കുക. നമ്മുടെ മനസ്സിൽ എന്താണോ കടന്നു വരുന്നത് നമ്മൾ അതിനെ തടയുമല്ല, അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഒരു കാരണവശാലും നമ്മുടെ മനസ്സിനെ ബ്ലോക്ക് ചെയ്യുക, അതിനെ എതിർക്കുക, നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. കടന്നു വരാൻ അനുവദിക്കുക, എന്ത് വേണേലും കടന്നു വന്നോട്ടെ. പക്ഷേ നമ്മൾ പ്രതികരിക്കത്തില്ല. ഇപ്പം പ്രതികരിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ഞാൻ പറയുമ്പം ഒരുപക്ഷെ നമ്മൾ ഒരു വിഷമ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫീലിങ്സും ഒരു പ്രതികരണമാണ്. അപ്പോൾ ഒരു തരത്തിലും പ്രതികരിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് അവിടെ കൊണ്ടുവരണം, എങ്കിലേ ഫീലിങ്സ് ഇല്ലാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫീലിങ്സ് വരും. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ല ഇപ്പം നമുക്ക് സുഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ തോന്നുന്ന ചില ഓർമ്മകളും അല്ലെങ്കിൽ ചിത്രങ്ങളും വരാമല്ലോ. നമുക്ക് ചിരിക്കാൻ തോന്നും, നമ്മളെ ചിരിപ്പിക്കുന്ന, ചിരിക്കരുത്. ഒരു കാരണവശാലും ചിരിക്കുക
അല്ലെങ്കിൽ സന്തോഷിക്കുക ചെയ്യരുത്. അപ്പോൾ സന്തോഷമുള്ള കാര്യം വരുമ്പോഴും നമ്മൾ പ്രതികരിക്കരുത്. അലസതയോടെ നോക്കിയിരിക്കണം. വിഷമിക്കുന്ന കാര്യം വരുമ്പോഴും അതിനോട് പ്രതികരിക്കരുത്. അതിനെ അലസതയോടെ നോക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ആ ഡീപ് ബ്രീത്ത് എടുക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് റിലാക്സ് ആകുക. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സഹായകരമായിരിക്കും ഈ ഒരു കാര്യത്തിനകത്ത്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതും നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രതികരിക്കുന്നതും എല്ലാം ശരിയാണ്, അതാണ് ശരി എന്നുള്ളതാണ് പലപ്പോഴും. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവൃത്തികളും ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇന്നലെ വരെ എന്താണോ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അത് തന്നെ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഇന്നലെ വരെ ചെയ്ത് തന്നെ ഇന്ന് കാണിക്കുന്നു. നാളെ അങ്ങനെ തന്നെയാണ്. എപ്പോഴും മനസ്സ് ഇഷ്ടപ്പെടുന്ന അതാണ്. ഒരു മാറ്റം അതിന് വലിയ പാടാണ്. അപ്പോൾ ഈ മെഡിറ്റേറ്റീവ് മൈൻഡിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്തകളെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൻ്റെ ശൂന്യമായ ഒരു തലമുണ്ട്, അതിനെ കണ്ടെത്തുക, ശൂന്യതയെ കണ്ടെത്തുക. ഒരു മനമില്ലായ്മ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക്, അതിനെ കണ്ടെത്തുക. അതാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് നന്നായിട്ട് എത്തണമെങ്കിൽ രക്തക്കുഴലുകളൊക്കെ, ചെറിയ രക്തക്കുഴലുകളൊക്കെ ഉണ്ട്, അതൊക്കെ വികസിച്ചിരിക്കണം. അതിന് വേണ്ടത് റിലാക്സേഷനാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.